ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യാക്കോബുസ്ലിയുടെ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. ഇത് ഉചിതമല്ല. നമ്മൾ യാക്കോബ് 3:9 നമ്മൾ കണ്ടത്, ഒരേ നാവ് കൊണ്ട് ദൈവത്തെയും കർത്താവിനെയും മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. എന്നാൽ അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുന്നു. ഒരേ നാവിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു, അത് ഉചിതമല്ല എന്ന് യാക്കോബുസ്ലിയുടെ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നാവിൽ നിന്ന് നല്ലത് പറയുവാൻ ദൈവത്തോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.